ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. ഇന്ന് നമ്മൾ പച്ചമാങ്ങ കൊണ്ടുള്ളൊരു ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മാങ്ങ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി നമുക്കൊന്ന് കളയാം. മാങ്ങ നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. മാങ്ങ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് ഒരു മഞ്ഞ നിറമുണ്ട്. മാങ്ങയ്ക്ക് നല്ല വിളഞ്ഞ മാങ്ങയാണ്. നല്ല പുളിപ്പുണ്ട്. ചെറിയ മധുരമുള്ള മാങ്ങയാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ മാങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ജ്യൂസാക്കി എടുക്കാം. ഇത് വെള്ളവും ചേർത്ത് നമ്മൾ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അത് ജ്യൂസാക്കി എടുക്കാൻ. ബൗളിലേക്ക് നമ്മൾ ഒഴിച്ചു. നമ്മളിനി കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അരക്കപ്പ് കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. അത് ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മാങ്ങയുടെ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരം ആവശ്യമുള്ളവർ കൂടുതലായി പഞ്ചസാര ഇടാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാങ്ങയുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് അരക്കപ്പ് കോൺഫ്ലവറാണ്. നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഗ്ലാസ് പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെയ്യ് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് കശുവണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടി. ഒരു പാൻ എടുത്ത് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കശുവണ്ടി പരിപ്പും ബദാം പരിപ്പുമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വറുത്തെടുക്കാം. വറുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാംഗോ ജ്യൂസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് നല്ല കട്ടിയായി ഈ ജ്യൂസ് നന്നായിട്ട് കട്ടിയാകുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇത് നല്ല തീയിലാണ് വെക്കേണ്ടത്. നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരുവിധം കട്ടിയായി വന്നിട്ടുണ്ട്. വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. നന്നായിട്ട് കട്ടിയാകുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്കിനി വറുത്ത് വെച്ച ബദാം പരിപ്പും കശുവണ്ടി പരിപ്പും ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കുക.
ഏകദേശം ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നെയ്യ് ചേർത്തിട്ട് ഇതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഏകദേശം ഒരു 4 മണിക്കൂർ തണുപ്പിക്കാൻ വയ്ക്കാം. കൂട്ടുകാരെ, നമ്മുടെ തണുക്കാൻ വെച്ചിരുന്ന അലുവ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏകദേശം ഒരു 4 മണിക്കൂർ നമ്മൾ തണുക്കാൻ വെച്ചിരുന്നു. റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ അടിപൊളി അലുവ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അലുവ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു പീസ് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായ അലുവയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക് യു.